ഗെയ്സ് ഇവിടെ നമ്മുടെ കളരി അഭ്യസിച്ച എല്ലാവരും കൂടെ ചേർന്നിട്ട് അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളെ പറ്റിയിട്ടും പിന്നെ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗുരുക്കളും ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടാലോ? അപ്പോൾ വായോ. കടത്തനാട് യുവജന കളരി സംഘം കാക്കന്നൂർ. കടത്തനാട് യുവജന കളരി സംഘത്തിലെ മനോജ് ഗുരുക്കളുടെ ശിക്ഷണത്തിൽ മനസ്സിനും ശരീരത്തിനും ആരോഗ്യപ്രദമായ കളരി അഭ്യാസത്തിൽ പഠിക്കുവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. അതിന് അവസരമൊരുക്കിത്തന്ന ഏക്കണാരട്ടൻ ചാരിറ്റബിൾ ട്രസ്റ്റിനോട് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മനോജ് ഗുരുക്കളോടും അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തോടും, കുടുംബം സമ്മതം തന്നിട്ടില്ലെങ്കിൽ ഒരിക്കലും കളരിയിൽ വരുവാൻ ആവില്ലേനു. ആ കുടുംബത്തോട് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ കളരിയിൽ വന്നതോടുകൂടി തന്നെ നമുക്ക് എന്തോ ഒരു സന്തോഷം, മനസ്സിനും ശരീരത്തിനെല്ലാം ഒരു എന്താ പറയേണ്ടത്, ഒരു എനർജി കിട്ടിയതിൻ്റെ ഉണ്ട് അത്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക്, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കെല്ലാം ഇത് വലിയ ഉപകാരപ്രദം തന്നെയായിരിക്കും. പിന്നെ ഏകാഗ്രത കിട്ടുവാനും അവരെ പഠനത്തിൽ മുന്നോട്ട് പോകാൻ നല്ലൊരു കളരി ഈ വരുന്ന ഈ കാലഘട്ടത്തിൽ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും അതുപോലെ തന്നെ ഫോണിൻ്റെ ഉപയോഗവും കുട്ടികളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നില്ല. അതിൽ നിന്നെല്ലാം ഒഴിവാക്കി സ്കൂൾ കഴിഞ്ഞാൽ കളരിയിലേക്ക് വരികയും പിന്നെ കളരിയാണ് അവരുടെ ലഹരിയായി മാറി അത് മുന്നോട്ട് കൊണ്ടുപോയി അവരുടെ പഠന നിലവാരം ഉയർത്താനും ഇതുകൊണ്ട് തന്നെ സാധിക്കും. പിന്നെ പറയാന്ന് വെച്ചാൽ മനോജ് ഗുരുക്കളുടെ അത്രയും പ്രയത്നം കാരണമാണ് ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഈ കളരിയിൽ അഭ്യസിക്കുന്നുണ്ട്. പിന്നെ വരുമ്പോൾ കുറേ ആൾക്കാർക്ക് വേദനയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം മാറിയിട്ടുണ്ട്. ഇനിയുള്ള അടുത്ത ബാച്ചിലേക്ക് പുതിയ കുട്ടികൾ വരാനും അതിന് രക്ഷിതാക്കൾ അവരെ കളരിയിലേക്ക് പറഞ്ഞയക്കാനും അതുപോലെ തന്നെ ഞങ്ങളെപ്പോലെയുള്ള സ്ത്രീകൾ ഈ കളരിയിലേക്ക് അടുത്ത ബാച്ചിലേക്ക് വരാനും അവർക്ക് ഒരിക്കലും ദോഷമാവുകയില്ല. നല്ല എനർജിയോട് കൂടി തന്നെ മുന്നോട്ട് പോകാം. അടുത്ത ബാച്ച് എത്രയും പെട്ടെന്ന് തുടങ്ങണമെന്ന ഞങ്ങളുടെ ആഗ്രഹം. ഇത് ബാലപാഠം തുടങ്ങിയിട്ടുള്ളൂ, എന്നെ ഒരുപാട് പഠിക്കാനുണ്ട്. അതിന് അവസരം ഉണ്ടാക്കിത്തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കളരിയിൽ ദൈവാനുഗ്രഹമുള്ള പൂത്തറയിൽ തൊട്ടാണ് നമ്മൾ കളരി തൊഴുതുന്നത്. 7 തട്ടുകളുടെ പൂത്തറയിലാണ് നമ്മൾ ആയുധം കൊണ്ടുള്ള അഭ്യാസം പോലെ തന്നെ ശാരീരിക അഭ്യാസം കൂടി തന്നെയാണ് പൂത്തറ തൊഴുതുന്നത്. ഇതിന് ഞങ്ങളെ അഭ്യാസം പഠിപ്പിക്കാൻ അവസരം തന്ന ട്രസ്റ്റിനോടും അതുപോലെ തന്നെ മനോജ് ഗുരുക്കളോടും ഒന്നുകൂടി നന്ദി പറയുന്നു. അതുപോലെ ഇത് അവസരം ഒരുക്കി തന്ന എല്ലാവർക്കും, ഞങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെ വന്ന എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞാൻ അജിത. ഇവിടെ പടിഞ്ഞാറേ പൂക്കോട്ട് ഈ സ്ഥലം കളരിക്ക് വേണ്ടിയിട്ട് കൊടുത്തത് എൻ്റെ അങ്ങളിയാണ്. ഏട്ടൻ സ്ഥലം കൊടുത്തത് കൊണ്ട് അടുത്ത് തന്നെ ഒരു കളരി ഉണ്ടായി. അവിടുന്ന് കളിക്കാനും പറ്റി. കാലുവേദന, കൈവേദന, മുട്ടുവേദന എല്ലാം ഉണ്ടായിരുന്നു. എല്ലാത്തിനും ഇപ്പോൾ ഒരു നല്ല വ്യത്യാസമുണ്ട്. പിന്നെ മനോജൻ ഗുരുക്കൾ, അതാ എടുത്തു പറയേണ്ട കാര്യം. അയാൾ തന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇത്രയും വരെ പഠിക്കാൻ പറ്റിയത്. പഠിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല, കളരി ഫോണിലെല്ലാം കാണുന്നതല്ലാണ്ട് അടുത്തൊരു കളരി കണ്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരിതുണ്ടായിരുന്നു. പക്ഷേ തുടങ്ങിക്കഴിഞ്ഞാൽ മനോജൻ ഗുരുക്കളെ ഈ സപ്പോർട്ട് കൊണ്ട് നന്നായിട്ട് കളിക്കാൻ പറ്റി. അത്രയും സപ്പോർട്ട് കിട്ടാതെ ഇത്രയും നല്ലോണം കളിക്കാനാവും തോന്നിയിട്ടില്ല. 8 മാസമായി കളരി തുടങ്ങിയിട്ട്.
ഞാൾ വന്നിട്ട് ഇപ്പോൾ 5 മാസമായിനേ ഉള്ളൂ. അതിന് ശേഷം പഠിച്ചതാണ്. ഇപ്പം തുടക്കേ ആയിട്ടുള്ളൂ. 3 കൊല്ലം ഉടനെ തന്നെ 3 കൊല്ലം പഠിക്കണമെന്ന് പറയുന്നുണ്ട്. അത് ഇനിയിപ്പോൾ അടുത്ത മെയ്യിലായിരിക്കും തുടങ്ങുക. അതുവരെ ഇനി ഈ കളരി കഴിഞ്ഞതോടുകൂടി അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. സന്തോഷം, വളരെ സന്തോഷം. എല്ലാവരോടും നന്ദി. രാജീവനോടും ട്രസ്റ്റിനോടും. എക്കണാരൻ ട്രസ്റ്റ് ഇങ്ങനത്തെ ഒരു പരിപാടി ഏർപ്പെടുത്തിയിട്ടില്ലേ ആകെ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ഇതിന് പങ്കെടുക്കാൻ പറ്റില്ലേനും. അപ്പോൾ അവർക്കെല്ലാം വളരെ നന്ദിയുണ്ട്. എടുത്തു പറയാൻ രാജീവൻ്റെ കാര്യം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കോൽക്കളി പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ കളരിയും ഞാളെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പിന്തുണ തന്ന രാജീവൻ തന്നെയാണ്. അപ്പോൾ അവനോടും അകമഴിഞ്ഞ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും വളരെ നന്ദി, സന്തോഷം. എക്കണാരേട്ടൻ ട്രസ്റ്റിൻ്റെ ഭാഗമായി നടന്ന കളരി സംഘത്തിൽ ഞാൻ അംഗമായതിന് വളരെയേറെ സന്തോഷമുണ്ട്. അതിൽ കളരിയിലേക്ക് എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞത് മനോജൻ ഗുരുക്കളായ മനോജേട്ടൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ്. ഇടക്കിടക്ക് ഇങ്ങനെ പറയും വാന്ന്. എനിക്ക് താല്പര്യം ഒട്ടുമില്ലേനു. പിന്നെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ കളരി സംഘത്തിൽ ഇറങ്ങിയത്. പിന്നെ എൻ്റെ അമ്മ, എൻ്റെ ഏട്ടൻ്റെ വൈഫ്, പിന്നെ ഞാൻ, പിന്നെ വീട്ടിൻ്റെ ഇടവലത്തുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. ഞാനാ ഏറ്റവും കൂടുതൽ പ്രായം കുറഞ്ഞത്. സ്ത്രീ കളരിയിൽ ഏറ്റവും കൂടുതൽ പ്രായം കുറഞ്ഞത് ഞാനായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ നന്ദി പറയുക എൻ്റെ അച്ഛൻ്റെ കൂടെയാണ്. കാരണം എനിക്ക് പൊടി അലർജി ആയിട്ട് ഒരു പൊടി പോലും ഇതാക്കിയാൽ എനിക്ക് അന്നേരം തന്നെ സുഖമില്ലാണ്ടാവും. പക്ഷേ കളരിക്ക് പോയതിന് ശേഷം വളരെ മാറ്റങ്ങൾ എനിക്കുണ്ടായിരുന്നു. പിന്നെ നന്ദി പറയേ അലർജീൻ്റെ ഒരു പ്രശ്നവുമില്ല. പിന്നെ നന്ദി പറയേ ട്രസ്റ്റിൻ്റെ കൂടെയാണ്. അവർ കാരണമാണ് പിന്നെ ഇങ്ങനൊരു കളരി സംഘം ഇവിടെ രൂപീകരിക്കാൻ കാരണം. പിന്നെ മനോജേട്ടൻ്റെ കൂടി നന്ദി പറഞ്ഞാലും തീരൂല. കാരണം അത്രത്തോളം പിന്നെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ഞാളെ സമയം നോക്കിയിട്ടാണ് വരുന്നത്. എപ്പായാലും ഓക്കെ എന്നാ പറയും. എന്തിനും തയ്യാറായിട്ടാണ് വരുന്നത്. എത്ര രാവിലെ ആയാലും പറയും ഓക്കെ ഞാൻ വരാം എന്നാ. അത്രത്തോളം ഞങ്ങൾക്ക് സപ്പോർട്ടും എല്ലാം തന്നത് മനോജേട്ടനാണ്. ഇങ്ങനെ ആക്കിയത് പിന്നെ മനോജേട്ടൻ തന്നെയാണ്. പിന്നെ ചെറുതായിട്ട് പഠിച്ച് വരുന്നല്ലേ ഉള്ളൂ. ഇനി അങ്ങോട്ടേക്ക് 3 കൊല്ലമുണ്ട്. അതിൽ തുടർച്ചയായിട്ട് പോകണം എന്നൊരാഗ്രഹമുണ്ട്. ആവോ ഇല്ലയെന്ന് അറിയില്ല. എല്ലാവർക്കും നന്ദി. ഹലോ, ഞാൻ പടിഞ്ഞാറേ പൂക്കോട്ട് എന്ന സ്ഥലത്തൊരു കളരി വന്നതുകൊണ്ട് ഈ 50 വയസ്സ് കഴിഞ്ഞ ഞങ്ങൾ 10 പേര്, 50 വയസ്സ് 40 വയസ്സെല്ലാം ആയവരുണ്ട്, ഒരു 10 പേര് 57 വയസ്സായവരൊക്കെ ഉണ്ട്. 10 പേര് നമ്മളിന്ന് കളരിയിലുണ്ടായിരുന്നു. 8 മാസമായിട്ട് കളരി തുടങ്ങി. ഇന്ന് കളരി അവസാനിക്കുകയാണ്. ഈ കളരിയിൽ ചേരുവാൻ വേണ്ടി ഞങ്ങൾക്ക് ഈ പ്രദേശത്ത് ഞങ്ങളെ വീട്ടിനടുത്തുള്ള ഒരു പൂക്കോട്ടുംകുനി രാജീവ് എന്ന ഒരു സഖാവുണ്ട്. സഖാവ് ഞങ്ങളെ പിന്നെ പ്രായമൊന്നും നോക്കാതെ കളരിയിൽ ചേർക്കുകയും പിന്നെ വളണ്ടിയർ മാർച്ചിലിടുകയും കോൽക്കളി പഠിപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് ഞങ്ങളെ ഈ പ്രായത്തിനിടയിൽ ഇതിലൊക്കെ പങ്കെടുത്ത് നല്ല നിലയിൽ മുന്നോട്ട് പ്രവർത്തിച്ച് ഇന്ന് കളരി കഴിയുകയാണ്. അതുകൊണ്ട് വലിയ പ്രയാസം പിന്നെ ഈ കളരിയിൽ വന്നതോടുകൂടി ഞങ്ങളെ ശരീരത്തിനുള്ള വേദന, കൈകാലുകൾക്കുള്ള വേദന, മുട്ട് വേദന ഇതൊക്കെ കുറഞ്ഞ് വെയിറ്റ് കുറഞ്ഞ് നല്ല ഒരു എന്താ പറയുക നല്ലൊരു പരുവത്തിലായി. ഇപ്പോൾ നമ്മളെല്ലാം സുഖമായിരിക്കുന്നു. പക്ഷേ ഇത് കഴിഞ്ഞു പോയതുകൊണ്ട് ഒരു വിഷമം. ഞാൻ പൂക്കോട്ടുംകുനി ഷീജയാണ്. എൻ്റെ ഭർത്താവാണ് കളരിയെ പറ്റിയിട്ട് കൊണ്ടുവന്നത്. മനോജൻ ഗുരുക്കൾ വന്ന ശേഷം എനിക്ക് വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ഉഷാറായിരുന്നു. ഞാൻ ട്രസ്റ്റിൻ്റെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ കളരി കൊണ്ടുപോയത്. അതിന് എല്ലാവരും തയ്യാറായി നിന്നിരുന്നു. കുടുംബങ്ങളും നാട്ടുകാരും എല്ലാം തയ്യാറായിരുന്നു. ഞാൻ രാധ. ഏക്കണാരൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഈ കളരി തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി ഇതാരാ കളരി പഠിക്കാൻ ഇവിടെ വരുവാന്ന്. പക്ഷേ ആ കളരിയിൽ എനിക്കും ഒരു അവസരം കിട്ടിയതിൽ വളരെ നന്ദി. പിന്നെ എനിക്ക് കളരിക്ക് വരണം എന്നുള്ള ഒന്നുമില്ലേന്ന്.
അവിടെ കളരി തുടങ്ങുമ്പോൾ ഈ കുട്ടികളിൽ ഇങ്ങനെ കളിക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് വിചാരിച്ച് ഈ കുട്ടികളിൽ എങ്ങനെയാണ് ഇത് കളിക്കാൻ പറ്റുന്നത്, അതുപോലെ എനക്കും കളിക്കാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ ഞാൻ കളരിക്ക് ഒരിക്കലും വരും എന്നുള്ളത് ഞാൻ ഓർത്തില്ല. എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞ് എല്ലാവരും കളരിക്ക് പോകുന്നുണ്ട്, നീയും പോടുന്ന് പറഞ്ഞ് ഭർത്താവ് നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ വന്നത്. എന്നാലും ഞാൻ അവിടുന്ന് ചെന്ന് കളരി കണ്ടപ്പോൾ എനിക്കിതൊന്നും സാധിക്കില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷേങ്കിൽ ആ മനോജൻ ഗുരുക്കളെ ഒരു പ്രയത്നം കൊണ്ട് ഞാൻ എന്നാ പറയണ്ടേ, ഒരു കുട്ടികളേറ്റം പഠിപ്പിക്കും പോലെ അടിയനക്ക് കിട്ടിയതിന്, എന്നാലും കുട്ടികളേറ്റം പഠിക്കും പോലെ ഞാനതെല്ലാം പഠിച്ച്. പക്ഷെ ഇത്രയേറെ പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല. പിന്നെ ഈ ട്രസ്റ്റിൻ്റെ കളരി തുടങ്ങിയത് കൊണ്ട് ഇവിടെയുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും പിന്നെ എല്ലാം കളരി അഭ്യസിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. പിന്നെ ഇത് തുടങ്ങിയതിന് ശേഷം മനസ്സിന് നല്ലൊരു കുളിർമയും, എനിക്ക് വരുമ്പോൾ കഴുത്ത് വേദനയും കൈവേദനയും കാലുവേദനയും മൊത്തം വേദനയായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. കൈവേദനയും പോയി, കഴുത്ത് വേദനയും പോയി, എല്ലാം പോയി. ഇപ്പോൾ ഇത് കഴിഞ്ഞല്ലോ എന്നുള്ള സങ്കടം, ഭയങ്കര സങ്കടം. ഇനി എത്രയും പെട്ടെന്ന് കളരി തുടങ്ങി പോകാൻ ആവട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന. പിന്നെ പറയാനുള്ളത്, ഈ ഇത്ര പ്രായമായിട്ട് ഇതെല്ലാം കളിക്കാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോനാണ് രാജീവ്. അവനാണ് എല്ലാത്തിനും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഞാൻ ഇപ്പോൾ വളണ്ടിയർ മാർച്ചിനായിക്കോട്ടെ, കളരിക്കായിക്കോട്ടെ, അല്ലെങ്കിൽ കോൽക്കളിക്കായിക്കോട്ടെ, എല്ലാത്തിനും ഇപ്പോഴാണ്. ഞാൻ ചെറിയ കാലത്ത് എനിക്കിതെല്ലാം വളരെ ഇഷ്ടമായിരുന്നു. പക്ഷെ അന്നേരത്തൊന്നും എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഇതെല്ലാം അഭ്യസിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ മനോജൻ ഗുരുക്കളെ പറ്റി പറയുകയാണെങ്കിൽ അവരുടെ ഒരു പ്രയത്നം കൊണ്ട് മാത്രമാണ് എന്നെ പോലെയുള്ളവരെ കളരി അഭ്യസിച്ചെടുക്കാൻ പറ്റിയത്. അതുകൊണ്ട് നല്ല സന്തോഷം. വയനാട് യുവജന കളരി സംഘത്തിലെ ഒരംഗം. ഞാൻ ഏറ്റവും ലേറ്റായിട്ടാണ് ഈ ക്ലാസ്സിൽ എത്തിച്ചേർന്നത്. അതും അധികം ലീവായിരിക്കും. എന്നിട്ടും എന്നെ മനോജൻ ഗുരുക്കൾ അധികം വിളിച്ച് പ്രോത്സാഹിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്നലത്തെ ചുവട് മൈക്കൽ കർമ്മത്തിൽ പങ്കെടുക്കാനായത്. വളരെ സന്തോഷമുണ്ട്. നടുവേദനയും മുട്ടുവേദന എല്ലാം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ കളരി സംഘത്തിൽ വന്നപ്പോൾ അതെല്ലാം കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. നല്ല താല്പര്യം ഉണ്ടായി. പിന്നെ ആദ്യമൊക്കെ നല്ല മടിയായിരുന്നു വരാൻ. പിന്നെ എല്ലാവരും പ്രോത്സാഹനവും, ഭർത്താവ് നല്ല പ്രോത്സാഹനമായിരുന്നു. എന്നാലും കളരി സംഘത്തിൽ വന്ന് കളിക്കാനും ഇന്നത്തെ കർമ്മത്തിലെല്ലാം പങ്കെടുക്കാനും കഴിഞ്ഞതിൽ വളരെ നന്ദിയുണ്ട്. ലോകത്തിലെ എല്ലാ ആയോധന കലകളുടെയും ഈറ്റില്ല നമ്മുടെ ഭാരതമാണ്. വ്യായാമരഹിത ജീവിതമാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശാപം. ശരീരത്തിന് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നല്ല പോഷകാഹാരങ്ങൾ കഴിക്കുന്നതോടൊപ്പം തന്നെ അത്യാവശ്യമാണ് വ്യായാമം. ആധുനിക സമൂഹത്തിൻ്റെ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ അവനവൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കാൻ പലർക്കും തന്നെ സമയമില്ല. അതുകൊണ്ട് തന്നെ പണ്ട് കാലങ്ങളിൽ അപൂർവം ചില ആളുകളിൽ മാത്രം കണ്ടുവരുന്ന പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, കിഡ്നി രോഗങ്ങൾ, ഇവയ്ക്ക് ജീവിതശൈലി രോഗങ്ങളെന്നാണ് പേര്. പ്രമേഹം ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിച്ച് ജീവിക്കേണ്ടി വരുന്നു. രക്തസമ്മർദ്ദം മനുഷ്യനെ പെട്ടെന്ന് മരണത്തിലേക്ക് നയിക്കുന്നു. രോഗം വന്ന് ചികിത്സിക്കുന്നതും ഭേദം രോഗം വരാതെ നോക്കുന്നതാണ്. അതിന് ഇത്തരം കളരി പോലുള്ള കായിക അഭ്യാസങ്ങൾ കളിക്കുന്നുണ്ട്. ഇത്തരം രോഗങ്ങളെ തടഞ്ഞു നിർത്തുന്നതോടൊപ്പം തന്നെ കൂടുതൽ ആത്മവിശ്വാസവും ആരോഗ്യവും ഒരു പുതിയ വ്യക്തിത്വത്തിന് ഉടമയാവുകയും ചെയ്യുന്നു. അതിന് ഉദാഹരണങ്ങളാണ് നമ്മുടെ കളരിയിലെ അമ്മമാരും അതുപോലെ തന്നെ കുട്ടികളും. അവർക്ക് പലവിധ ശാരീരിക അസുഖങ്ങളുണ്ടായിട്ട് പോലും ഇപ്പോൾ അതൊന്നും വകവെക്കാതെ കൃത്യമായി കളരിയിൽ വരികയും നല്ല ബഹുമാനത്തോടു കൂടി നല്ലവണ്ണം പരിശീലിക്കുകയും ചെയ്യുന്നു.